പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 75-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: പ്രകൃതിജലം തനുഫേനം ആഴി ആത്മാ, അഹം അഹം എന്നലയുന്നത് ഊർമിജാലം. അകമലരാർന്നറിവൊക്കെ മുത്തു താൻ താൻ നുകരുവതാം അമൃതായതിങ്ങു നൂനം. പ്രകൃതിജലം തനുഫേനം ആഴിയാത്മാ, അഹം അഹമെന്നലയുന്നതൂർമിജാലം. അകമലരാർന്നറിവൊക്കെ മുത്തു താൻ താൻ നുകരുവതാം അമൃതായ അതിങ്ങു നൂനം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രകൃതി ജലം, പ്രകൃതി ജലസമാനമാണ്. തനുഫേനം, ശരീരങ്ങൾ വെള്ളക്കുമിളകൾ പോലെയാണ്. ആഴിയാത്മ, ആത്മാവിന് സാഗരത്തിൻ്റെ സ്വഭാവമാണ്. അഹം അഹം എന്ന്, ഞാൻ ഞാൻ എന്ന് അലയുന്നത്, ലക്ഷ്യമില്ലാതെ അലയുന്നത് ഊർമിജാലം, തരംഗനിരകളാണ്. അകമലരാർന്ന, ആത്മശൂന്യമായി വിരിഞ്ഞ അറിവൊക്കെ, അറിവുകളെല്ലാം മുത്തുതാൻ, പരമാഹ്ലാദകരമായ മുത്തുകളാണ്. താൻ അമൃതായതിങ്ങ്, ഒരുവൻ അവയെ അമൃതബിന്ദുക്കളായി ഇവിടെ നുകരുവതാം നൂനം, തീർച്ചയായും നുകരുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. പ്രകൃതി ജലസമാനമാണ്. ശരീരങ്ങൾ വെള്ളക്കുമിളകൾ പോലെയാണ്. ആത്മാവിന് സാഗരത്തിൻ്റെ സ്വഭാവമാണ്. ഞാൻ ഞാൻ എന്ന് ലക്ഷ്യമില്ലാതെ അലയുന്നത് തരംഗനിരകളാണ്. ആത്മശൂന്യമായി വിരിഞ്ഞ അറിവുകളെല്ലാം പരമാഹ്ലാദകരമായ മുത്തുകളാണ്. ഒരുവൻ അവയെ അമൃതബിന്ദുക്കളായി ഇവിടെ തീർച്ചയായും നുകരുന്നു. നമുക്ക് ഈ വരികളിൽ അടങ്ങിയിട്ടുള്ള അതിൻ്റെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. ഉപമകളിലൂടെയും ബിംബങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും സംസാരിക്കുന്നത് ലോകത്ത് എവിടെയുള്ള പൗരാണികമായ ആധ്യാത്മിക സംഹിതകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ആ പൗരാണിക സംസ്കൃതിയുടെ കണ്ണിമുറിയാത്ത ശൃംഖലയെ പ്രതിനിധാനം ചെയ്യുന്ന തൃപ്പാദങ്ങൾ ഉപമകളിലൂടെ തന്നെയാണ് ആത്മാന്വേഷകനിൽ അമൃതവർഷം ചൊരിയുന്നത്. ആത്മാവ് ആഴി പോലെയാണ്. ആഴി ഒരേ സമയം ആഴമുള്ളതും അനന്തവുമാണ്. ഈ അവനിയിൽ ആഴിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഉപമയെ വേറെ ഒരു വസ്തുവിലും നമുക്ക് ദർശിക്കാനാവുകയില്ല. ആ ആഴിയിലെ ജലം പോലെയാണ് പ്രകൃതി. ജലമാണ് ആഴിക്ക് സത്തായിട്ടിരിക്കുന്നത്. ആ ജലം കുമിളകൾക്ക് രൂപം കൊടുക്കുമ്പോൾ അതിനെ പ്രകൃതിയിൽ കാണുന്ന വൈവിധ്യമാർന്ന ശരീരങ്ങളായി കാണാൻ കഴിയും. നിരനിരയായി അലച്ചുകൊണ്ടിരിക്കുന്ന തരംഗജാലങ്ങൾ അഹന്തയാണ്. തരംഗനിരകൾ എന്താണ് അന്വേഷിക്കുന്നത്? അവ കരയിലേക്ക് ഓടി അണഞ്ഞ് എന്നിട്ടോ സ്വയം തല്ലിത്തകർന്ന് കടലിൽ തന്നെ തിരിച്ചു വിലയിക്കുന്നു. അതുപോലെയാണ് അഹം വിഷയങ്ങൾക്ക് പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് സ്വയം ഭഗ്നാശനായി ആത്മാവിൽ തന്നെ വന്നു വിലയിക്കുന്നത്. തൃപ്പാദങ്ങളുടെ കൃതികളിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? കടലിൻ്റെ ചിത്രങ്ങൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ട് കാണുന്നതാണ്. തൃപ്പാദങ്ങൾ അത്രമാത്രം കടലിനെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആ കടലിനടിയിൽ മുത്തുക്കൾ ഒളിഞ്ഞിരിക്കുന്നത് ഉപരിതലത്തിൽ നിന്നും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആഴത്തിലേക്ക് തന്നെ പോകണം അവ കാണണമെങ്കിൽ. അപ്പോൾ മുത്തുകളുടെ കണ്ണഞ്ചിക്കുന്ന കലവറയിൽ നമ്മൾ എത്തിച്ചേരും. അതുപോലെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്നും അറിവ് ഉണർന്നു വരുമ്പോൾ മുത്തിനേക്കാൾ വിലയുള്ള ആത്മശൂന്യങ്ങളായിരിക്കും ആ അറിവുകൾ. അമൃത നിഷ്യന്തിയായ ആ അനുഭവങ്ങളെ ഒരു ജ്ഞാനിയുടെ എപ്പോഴുമുള്ള ഒരു അവസ്ഥയാണെന്ന്
നാം ഓരോരുത്തരും മനസ്സിലാക്കണം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 75-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം